കഴിച്ചോ ചോദിക്കുന്നു. ഓൾഡ് പാട്ട്, അത് തന്നെ ഓൾഡ് പാട്ടാണ്. പോലെ പാട്. എന്തുവാണ്? ഒരാളെ കീങ്ങ തുടങ്ങിയാൽ കൂടിയതുപോലെ പാട്. മനസ്സിലായില്ല കേട്ടോ. കഴിച്ചോ കഴിച്ചു. എല്ലാ ഭാഷയും എഴുതാൻ അറിയുന്ന വായിക്കാൻ അറിയില്ല. പോടെ. രജിച്ചേട്ടാ ഹായ് പറയുന്നു. ശ്രീജിത്തേട്ടാ ഹായ് പറയുന്നു. സൗണ്ട് ഇല്ലല്ലോ, അതായത് ഞാൻ മ്യൂട്ടാക്കിയിട്ടാ സംസാരിച്ചോണ്ടിരുന്നത്. അടിച്ചിലക്കാരൻ ചങ്കേ ഞാൻ പോകുന്നു, പിന്നെ വരാം. നീ എന്നോട് പറഞ്ഞില്ല ഫാമിലി അവരുടെ വൈഫുണ്ടോ മക്കളുണ്ടോ എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ബൈജു കേൾക്കത്തില്ല. ആന്നേ ഞാൻ മ്യൂട്ടാക്കിയിട്ടാ സംസാരിച്ചോണ്ടിരുന്നേ. വോയിസ് മ്യൂട്ടാണല്ലോ, ഇപ്പോഴാണല്ലേ ശ്രദ്ധിക്കുന്നത്. ഞാൻ ആ കുട്ടി അവിടെ കിടന്ന് പാട്ട് വെക്കുന്നത് കൊണ്ട് ഞാനത് മ്യൂട്ടാക്കിയതാണ് കേട്ടോ. പേര് എന്താന്ന് ബൈജു ചേട്ടൻ ചോദിക്കുന്നു. പേര് ജോയ്സി എന്നാണ് കേട്ടോ. ഇപ്പോ ഓക്കെ ആയി. ഓക്കെ. ഷിഫ്ന ഹിലോ എന്ന് പറയുന്നു. മുഹമ്മദ് ഷെരീഖ് വായിക്ക് എന്ന് പറയുന്നു. ഓ വായിച്ചല്ലോ ഞാന്. നൈറ്റ് അടിച്ചിലക്കാരെ വൈറ്റ് നൈറ്റ് പറഞ്ഞു കേട്ടോ. ചക്കരക്കൂട്ട അകലുകൂട്ട വേഗം വന്നിട്ട് എന്താ വേഗം പോകുന്നത്? നീ എന്താണ് ഫുഡ് കഴിച്ചത്? നീ അടിമാലിയിൽ നിന്ന് തിരിച്ചു വന്നേ? ഇന്ന് ഡ്യൂട്ടിക്ക് കയറി അല്ലേ? ഓക്കെ. ബൈജു സുഖമാണോ എന്ന് ചോദിക്കുന്നു. ബൈജു ചേട്ടാ സുഖമാണോ? എടാ സുഖമാണെന്ന് പറയുന്നു കേട്ടാ. ജബീൽ മുഹമ്മദ് ഖാ പറഞ്ഞോളൂ, എവിടെയാണ് സ്ഥലം? ഞാൻ കുവൈറ്റ്. റെജി എവിടെയാണ് സ്ഥലം? റെജി ചേട്ടാ ഞാൻ കുവൈറ്റ് കെയർ ഗീവറാണ്. ഒരു 4.5 വയസ്സുള്ള പേഷ്യന്റിനെ നോക്കുവാണ് കേട്ടോ. ഓട്ടിസം പേഷ്യന്റിനെ നോക്കണം. കാതർക്ക ഹായ് ഹായ് മുട്ട. ബ്ലൂ ഹൂ പുട്ട് ഫഹദ. ഓക്കെ ഓക്കെ. ബൈജു ബാലൻ ഹലോ പറയുന്ന. കാതർക്ക നിനക്ക് സുഖമാണോ? ആ കാതർക്ക എനിക്ക് സുഖമാണ്, പക്ഷെ ഉറക്കക്കുറവുണ്ട് കാതർക്ക. ഉറക്ക ശരിക്കുമുണ്ട്. നമ്മുടെ ഈ ലൈവിലുള്ളവരെല്ലാവരും ഒന്ന് സബ് ചെയ്ത് സബ്സ്ക്രൈബ് ആക്കണേ. ആ അറബി പാട്ട് പാട്. ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ കൊള്ള. കുടുങ്ങിയത് ഉരുളക്കിഴങ്ങ് തൊണ്ടയിൽ കുടുങ്ങിയത് പോലെ അത് തന്നെ. ചായ കുടിച്ചു. ഷാഹിബ് കുട്ടി ഹായ്. ഷുഹൈബ് കുട്ടി ഹായ്. ഷുഹൈബ് കുട്ടി എന്തിൻ്റെ വിശേഷം? കാതർക്ക ഉറങ്ങണം പറഞ്ഞിട്ട് കാര്യമില്ല, ഉറക്കം പറ്റുന്നില്ല. ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് ജോയിസി ഉറങ്ങുന്നില്ലല്ലോ. മുരളി ഹായ് പറയുന്നു. ശ്രദ്ധിച്ച് വായിക്കരുത്. കുവൈറ്റ് ആണോ? ഞാൻ വായിച്ചു. അതേ ആ കുട്ടിയെ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഡിസ്റ്റർബൻസ് ആകുക. ഇപ്പോൾ സമയം എന്തായി? 12:57 കേട്ടോ സമയം കേട്ടോ. 10:31 പേരുണ്ട് ഏട്ടന്മാരെ. ഒന്ന് താഴേക്ക് വായ ഏട്ടന്മാരെ. ഞാനിവിടെ കുവൈറ്റിൽ നല്ല ലൈവിൽ വരുന്നത്. ഏട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും എല്ലാവരും ലൈവിലേക്ക് താഴേക്ക് പറഞ്ഞേ. ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് കൂട്ടാക്കണം കേട്ടോ. ഒന്നേ ഇഷ്ടമാണെങ്കിൽ. ഷുഹൈബ് കുട്ടി എന്താണ് വന്നിട്ട് വേഗം പോയോ? എനിക്ക് മൂക്ക് നന്നായിട്ട് ചൊറിയുന്നുണ്ട്. ജലദോഷത്തിനാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. രണ്ട് ദിവസം ലൈവില്ലടാ, ലീവില്ലാടാ. 2 ദിവസം ലൈവിൽ ഇല്ലായിരുന്നു ഞാൻ. 2 ദിവസം അല്ലല്ലോ, ഉച്ചയ്ക്ക് ഞാൻ ലൈവ് ഇപ്പോൾ 2-3 ദിവസമായിരുന്നു. വിടുന്നേ ഇല്ലായിരുന്നു. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് പായ്ക്ക് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ട് ഇവിടെ എപ്പോഴും സാറും മേഡം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ലൈവ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. അത് എന്താ പാട്ടാ? യേശുദാസിൻ്റെ ആണോ? അല്ല മുഹമ്മദ് ഖാ, അത് ഇവിടുത്തെ അറബി പാട്ടാണ്. എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. രജിച്ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ രജിച്ചേട്ടാ, താങ്ക് യു. ലൈറ്റ് അടിച്ചു. എന്ത് ലൈറ്റ് അടിച്ചു? ലൈക്ക് അടിച്ചു എന്നല്ലേ? ഓക്കെ. രജിച്ചേട്ടൻ എവിടെ നിന്നാണ്? ഒന്ന് പരിചയപ്പെടുത്താവോ രജിച്ചേട്ടാ? ഞാനേ ഓക്കെ ഓക്കെ മനസ്സിലായില്ലല്ലോ. വൈകിട്ട് പറഞ്ഞേ. ദേ നമ്മുടെ വണ്ടിപ്പാന്തിരൻ. എടാ മുത്തുമണി, നീ അവിടെ പോയിട്ട് എന്തുണ്ടടാ വിശേഷം? നിന്റെ ഷോട്ടൊന്നും കാണുന്നില്ലല്ലോ. എന്നാണ്ട് നിനക്ക് വിശേഷം? സുഖം തന്നെയാണോടാ ചക്കരെ? വൈഫ് ഡ്യൂട്ടിക്ക് പോയോടാ? നിന്റെ കാര്യം ഞാൻ കുറച്ച് മുമ്പും കൂടി ഇവിടെ ആരോ ബഹറിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥ? അങ്ങടുത്തെ ആൾക്കാർ കൂട്ടുകാരൊക്കെ ആയോ? പരിചയക്കാരായോടാ? വണ്ടി പ്രാന്താ നിനക്ക്? ഈ ടൈം എപ്പോഴും ലൈവ് വരുമോ? ഞാൻ കരുതി നൈറ്റ് മാത്രമേ. അല്ല മുത്തുമണി, ഞാൻ ഈ സമയത്ത് ലൈവ് ഒരാഴ്ചയായിട്ട് ഞാൻ ലൈവ് വരുന്നില്ലായിരുന്നു. ഞാൻ 1 മാസമായതേ ഉള്ളൂ ലൈവ് തുടങ്ങിയിട്ട് തന്നെ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഈ സമയത്ത് വന്നിട്ട് പിന്നെ ഞാനതങ്ങ് നിർത്തലാക്കി. കാരണം ഇവിടുന്ന് ഷിഫ്റ്റ് ആകുന്നത് കൊണ്ട് ഇവിടെ എപ്പോഴും ആൾക്കാർ